ഉമ്മ ഇജെന്തിപ്പോ പെട്ടെന്ന്? ഒന്നുമില്ല, അവിടെ ഒരു സ്വഭാവം സൗകര്യമില്ല, അങ്ങനെ അങ്ങോട്ട് പോന്നത്. തല്ലും തിരക്കുണ്ടാക്കി പോന്നതാ ജി? അതൊന്നുമില്ല, ഞാൻ അവിടെ എന്തുണ്ടാക്കിയാലും കുറ്റാണ്. എനിക്കിഷ്ടമുള്ള ഡ്രസ്സോ കാര്യങ്ങളോ ഒന്നും ഇടാൻ സമ്മതിക്കുന്നില്ല. അപ്പൊ ഭ്രാന്ത് പിടിച്ച് ഞാൻ പോകും. എന്തായാലും ഇനി കുറച്ച് ദിവസം കഴിഞ്ഞിട്ടൊക്കെ പോയാ മതി. എനിക്ക് വിശന്നിട്ട് വയ്യ, എന്തെങ്കിലും തിന്നാണ്ട് അവിടെ. ഓളുണ്ട് അടുക്കളയില്, അവിടെ വന്നിട്ട് കുടിച്ചോ. വായോ. ആ ഇജെപ്പളാ വന്ന്? എന്താ ഇപ്പൊ തിന്നാനുള്ളത്? ബേക്കറി ഉണ്ട് ചായക്ക്, വേറെ ഒന്നുമില്ല. എന്താ നിങ്ങളെ കോലോ? ഇങ്ങനെയൊക്കെ ഇടുന്നതിന് ഉമ്മാക്ക് സമ്മതാണോ? കാക്കൊന്നും പറയൂല? അതിനിപ്പ എന്താ, ഞാൻ സാധാരണ എന്നും തന്നെ ഉള്ളടല്. ഇമ്മാക്കൊന്നും കുഴപ്പമില്ല. എന്തു കുഴപ്പം? പെരന്റെ ഉള്ളിലല്ലേ, അതിന് ഇക്കാക്കൊന്നും കുഴപ്പമില്ല. ചായ ഞാൻ എടുത്തരടി. വേണ്ട, ഞാൻ എടുത്ത് കുടിച്ചോണ്ട്. ഈ പെണ്ണിന് ഇതെന്താ പറ്റി? നിങ്ങൾ ഇവിടെ ഇരിക്കാണ്. എന്താണ്? എന്താ മോളെ കോലോ? നിങ്ങക്ക് ഓള് അങ്ങനെ ഇടണോന്നൊന്നും കുഴപ്പമില്ല. എന്റെ അമ്മായിമാക്ക് ഞാൻ എന്തിട്ടാലും പ്രശ്നം. എനിക്ക് ഇവിടെ ഇങ്ങനെ സ്വാതന്ത്ര്യം വന്നിട്ടില്ല, അവിടെ ഇല്ല. അതിനിപ്പോ എന്താ, ഓള് പെരന്റെ ഉള്ളിലെല്ലാം ഇട്ടിക്കണ്, പുറത്തേക്കൊന്നും പോണൊന്നുമില്ലല്ലോ. പണ്ടത്തെ കാലല്ലല്ലോ ഇപ്പൊ. അന്ന് എന്നെ അയച്ചിലാച്ചിട്ട് ഇജിപ്പെട്ട് നടന്നോ, ഞാൻ ഒന്നും പറയില്ല. അന്നത്തെ കാലം ഇന്നത്തെ കാലം തമ്മിൽ നല്ല വ്യത്യാസമില്ലേ? ഓരോന്നേറ്റ് ഇങ്ങോട്ട് വരും പെണ്ണ്. ഈ പെണ്ണ് വന്നാ തുടങ്ങി മറ്റേ പെണ്ണിന്റെ കുറ്റം പറിച്ചില്. ഇവിടെ അതിനായിട്ട് ഇങ്ങോട്ട് വരികയാണ്. അപ്പോൾ ആങ്ങളെ അറിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഇനി ഇവിടെ നിക്കേണ്ടി വരില്ല. ഇതിന്റെ ഓരോരോ സ്വഭാവങ്ങള്. ഇതിങ്ങനെ വിട്ടാ ശരിയാവൂലല്ലോ. എന്താ സ്നേഹം അമ്മായിമ്മയും വരുള്ളൂ. ഒരു പണി ഒപ്പിച്ചിട്ട് തന്നെ കാര്യം. ശരിയാവൂല. ഇന്നൊന്നിനും സമ്മതിക്കാതെ ഓൾക്ക് ഇവിടെ അങ്ങനെ ഭയങ്കര സുഖവാസം. അതിന് ഞാൻ നല്ലൊരു പണി ഒപ്പിച്ചുതരാം. എന്താ ഒരു സൗണ്ട് കേക്കണ്? പെരേക്ക് നിന്നിട്ട് ഞാൻ വന്നതൊക്കെ പറയണല്ലേ. ഇതന്നെയാണ് പറ്റിയ അവസരം. നിങ്ങൾ ഇവിടെ ഇങ്ങനെ തുണി മടക്കി വെച്ചിരുന്നോളിട്ടാ. ഇവിടെ നടക്കണോന്നും നിങ്ങൾ അറിയണ്ട. എന്താണ്? നിങ്ങളെ മരോളെ ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ വള്ളി പുള്ളി വിടാതെ ഓളെ പെരേക്ക് വിളിച്ചു പറയുന്നുണ്ട് കേട്ടാ. അപ്പൊ ഞാൻ വന്നതും ഒക്കെ അതേപോലെ പറഞ്ഞു കൊടുക്കണം. അതിനിപ്പൊ എന്താണ്? ഓളെ പെരേക്ക് വിളിച്ചിട്ട് ഇജ്ജ് വന്നിക്കണെന്ന് പറഞ്ഞതേക്കാരോ. അതിനൊക്കെ കുറ്റം കണ്ടെത്തന്റെ സനേജി. നിങ്ങളോട് ഒന്നും പറയാൻ പറ്റൂല. നിങ്ങളെ മരോളിയും കെട്ടിപ്പിടിച്ചുപടി ഇരുന്നോളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടുമ്പോഴേ നിങ്ങൾ പഠിച്ചോളൂ കേട്ടാ. ആയിക്കോട്ടെ, ഞാൻ സഹിച്ചോളാം. തിരുമ്പാണ്ട് എന്റെ കൈയാണെങ്കിൽ കടഞ്ഞിട്ട് വയ്യ. സെമിയേ എന്താ നിങ്ങൾ വിളിച്ചേ? പിന്നെ ഇതൊന്നാണ്ട് തിരുമ്പിട്ടാളാ. ഇക്കാണെന്നുണ്ടെങ്കിൽ നാളെ ഇടും വേണം കുടുംബശ്രീക്ക് പോകുമ്പോളേ. എന്റെ കജ്ജോണ്ടാണെങ്കിൽ വെജ് കഴിഞ്ഞു. നിനക്ക് ഇമ്മഞ്ഞ് വെജ്ജാ. എന്റെ കുളി നനക്ക് കഴിഞ്ഞല്ല. നിങ്ങൾ ഏതായാലും കുളിക്കാൻ പോവല്ലേ, എന്നാ കല്ലും വെച്ചാണ്ട് വരുത്തിയിട്ടാളി.
ഇപ്പൊ എന്തായി? നിങ്ങളെ ഒന്ന് തിരുമ്പാൻ പറഞ്ഞപ്പോ നിങ്ങളെ മരുവക്ക് തിരുമ്പാനും വെച്ചാ. ഏതായാലും ഓളിപ്പോ ഇവിടെ ഉള്ളതല്ലേ, ഞാൻ കുറച്ച് ദിവസം നിന്നിട്ട് വരാം. ഏയ് ഞാൻ നിക്കൊന്നുമില്ല, ഞാൻ പോവാണ്. എനിക്ക് ഇതിനെക്കാട്ടി സുഖം എന്റെ കെട്ടിച്ചു കൊടുത്താണ്. ഞാൻ നിക്കൂല, ഞാൻ പോവാണ്. ഇജി എവിടുക്ക പോണത്? ഇജി ഇവിടെ നിന്നു. ഓള് ഏതായാലും പോയിട്ട് 4 ദിവസം നിന്നിട്ട് പോന്നോട്ടെ. കണക്കാണെങ്കി നല്ലപോലെ നിക്കും ചെയ്യാം. നിങ്ങളെ പാടായി. എനിക്ക് കാണില്ല, ഞാൻ നിക്കാനെ വിളിച്ചു കാണി, ഞാൻ പോവാണ്. എടി പെണ്ണ്, ഇല്ലാത്തൊരു പെണ്ണ്. നിങ്ങൾ പോളെ വർത്താനം കേട്ടില്ലേ? ഇത്രേ ഉള്ളൂ. ഞാൻ വെറുതെ പറഞ്ഞാണ്. ഓളിപ്പോ കണ്ടില്ലേ, ഞാൻ പോവാന്ന് പറഞ്ഞപ്പോ ഓളത് കുറ്റിയും പറിച്ചുകൊണ്ട് പോവാൻ നിൽക്കും. അവിടെ നല്ല സുഖാണ്. ഓളെ മാപ്പിള ഇപ്പൊ കുറച്ചു നേരത്തെ വിളിച്ചിന്ന്. ഓളിപ്പോ വെറുതെ അവിടെ ഒച്ചയും ബഹളം ഉണ്ടാക്കി പോന്നാണ്. ഇപ്പൊ നിങ്ങക്ക് മനസ്സിലായില്ലേ? ഞങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഞാൻ വെറുതെ പറഞ്ഞാണ് ഞാൻ പോവാണെന്നുള്ളത്. ഇജി പറഞ്ഞത് ശരി തന്നെയാണ്. ഓൾക്ക് ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ എപ്പോഴും ഓരോന്ന് പറച്ചിലെന്നെ ഉള്ളു എന്നെ പറ്റിയിട്ട്. നമ്മള് രണ്ടാളും കൂടി നിക്കണത് ഓൾക്ക് നല്ല പറ്റുന്നില്ല. അതാണ്. ഇച്ചതൊന്നും കാര്യാക്കണ്ട. ഓളോളെ മാപ്പിളോടെ നിക്കന്നെ നല്ലത്. ഇപ്പൊ ഈ വന്ന ഇടോണ്ട് തന്നെ നിനക്ക് എന്തെല്ലാം പറഞ്ഞറിയാൾക്ക്. കെട്ടിച്ചോടുത്ത് പോയിക്കോട്ടെ അമ്മ, നിങ്ങക്ക് ഇവിടെ ഞാനില്ല. ഓള് വന്നോട്ടെ പോയിക്കോട്ടെ. ഓള് കെട്ടിച്ചോടുത്ത് നിന്നോട്ടെ, അതല്ലേ നല്ലത്.